ഈ RC ബുക്ക് ഇട്ട ഇരട്ട പേരെന്താണ്? ഇതെല്ലാം യുവമ്മ കൂട്ടുകാരിറക്കുന്ന കഥകളാണ് കേട്ടാ. യുവന്മാര് ഭയങ്കര കഥ എടുക്കാൻ. ഏറ്റവും അടുത്ത കൂട്ടുകാര് ആരാണ്? കൂട്ടത്തിൽ നമ്മുടെ സാബു എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി. അവനായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയതമൻ. അവൻ മരിച്ചുപോയി. ഇപ്പൊ രത്നകുമാർ ഒത്തിരി കൂട്ടുകാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഇവരാണ് ഈ കള്ളക്കഥകളൊക്കെ ഇറക്കുന്നത്. ഇവന്മാര് കഥ ഇറക്കാനൊക്കെ മിടുക്കനാണ്, പ്രത്യേകിച്ച് മിമിക്രി ലെവലിലുള്ളവര്. അവരൊക്കെ ഭയങ്കര കഥ ഇറക്കും. അപ്പം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇതുപോലെ അവസരമായി വരികയായിരിക്കും. ഉറക്കം പറയണ്ടല്ലോ, അറിയാം. അപ്പൊ വരുമ്പോ പോലീസ് കാണുമല്ലോ, ചുറ്റും കാണുമല്ലോ, പോവും, പിടിച്ചു നിർത്തും. പിടിച്ചു നിർത്തി അകത്തുള്ളവരൊക്കെ എങ്ങനെയാണെന്നുള്ള അറിഞ്ഞോ, പലരും കിടക്കുകയാണ്. അപ്പം പിടിച്ചു നിർത്തുമ്പോൾ യുവന്മാര് RC ബുക്ക് കൊടുക്കണമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ യവന്മാർ RC ബുക്ക് കൊടുക്കണോ എന്നെയാണ് വിളിച്ച്, ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു സാറ്, എന്നെ പിടിച്ച് കാണിക്കും. പോട്ടെ അപ്പൊ അങ്ങനെയാണ് RC ബുക്ക് എന്നുള്ള ഇരട്ട പേര് വന്നല്ലേ. ഈ അംബാസഡർ കാർ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ അടൂർ ഭാസിയുടെ ഒരു രസകരമായ വീട്ടുണ്ട്. അദ്ദേഹം അംബാസഡർ കാറിലായിരുന്നു വെക്കൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് വണ്ടിക്ക്. അതെങ്ങനെ വായിച്ചു നോക്ക്, അയാം ഭാസി അടൂർ. അത് ലോപിച്ചാണ് അയാം ഭാസി അടൂർ അംബാസഡർ ആയത്. എങ്ങനെ ഉണ്ടായിരുന്നു അമ്പിളിച്ചേട്ടനുമായിട്ടുള്ള ഒരു? അയ്യോ, അമ്പിളിച്ചേട്ടൻ ഭയങ്കര സ്നേഹമാണ്. എന്നെ ജോബെ എന്നാണ് വിളിക്കുന്നത്. ജോബെ. കൽപ്പന ചേച്ചി അങ്ങനെയാണ്, ജോബെ എന്നായിരുന്നു വിളിക്കുന്നത്. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിലെ സീരിയലില് എനിക്ക് നല്ലൊരു വേഷം തന്നു. സീരിയലിലും കുറെ അഭിനയിച്ചിട്ടില്ലേ? ഉണ്ട്, ഒരുപാട് സീരിയലുണ്ട്. ഹുക്കാ ഉവാ മിക്കാഡോ അദ്ദേഹത്തിന്റെ സീരിയലായിരുന്നു. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സീരിയലായിരുന്നു. അതിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടറായിരുന്നു തന്നത്. അന്ന് ഇനി രാവിലെ തന്നെ തീർന്നു, അദ്ദേഹത്തിനും വർക്ക് തീർന്നു. അപ്പോൾ ജോബിക്കും തീർന്നല്ലോ, വാ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ വൈകുന്നേരമാണ് പോയത്.